വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജന്റീനയ്ക്ക് മേൽ സർവാധിപത്യം പുലർത്തിക്കൊണ്ട് സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരുന്നു. എന്നാൽ അതിനുശേഷവും ഫുട്ബോൾ ലോകത്ത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മത്സരത്തിലെ റഫറിയുടെ തീരുമാനങ്ങൾ, മെസ്സിയുടെ ഡ്രസ്സിംഗ് റൂമിലെ സംഭാഷണം എന്നിങ്ങനെ തുടങ്ങി വമ്പൻ കോൺസ്പിറസി തിയറികൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വേൾഡ് കപ്പിൻ്റെ ഫൈനലും. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ബിഗ് ബ്രേക്കിംഗ് വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ഈ ഒരു വേൾഡ് കപ്പ് ഫൈനൽ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് അർജന്റീന ആരാധകർ തന്നെ ഫിഫയെ ഒരു പെറ്റീഷനുമായി സമീപിച്ചു എന്നാണ് റിപ്പോർട്ട്. അതായത് അവിടെയുള്ള ആരാധകരുടെ ഒപ്പുശേഖരണം പെറ്റീഷൻ ആയിക്കൊണ്ട് ഫിഫയ്ക്ക് സമർപ്പിക്കാനാണ് അർജന്റീന ആരാധകരുടെ തീരുമാനം. ഏകദേശം 100,000-ഓളം ഒപ്പുകൾ അവർ ശേഖരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വാർത്തയുടെ അലയൊലികൾ അങ്ങ് സ്പെയിനിലും പടർന്നു പന്തലിച്ചിട്ടുണ്ട്. ഈ ഒരു മത്സരം നിയന്ത്രിച്ച മുഖ്യ റഫറിയായ സ്ലാവ്കോ വിൻസിച്ചിൻ്റെ തീരുമാനങ്ങൾ പലതും തെറ്റായിരുന്നുവെന്നും അദ്ദേഹം പലതും അർജന്റീനയ്ക്കായി എതിരായി ഉപയോഗിച്ചുവെന്നും മത്സരത്തിന്റെ ഗതി മാറ്റിമറിച്ചത് അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളെന്നുമാണ് അർജന്റീന ആരാധകർ പറയുന്നത്. ഇരു ടീമുകളും ഏകദേശം വലിയ മാറ്റമില്ലാത്ത ഫൗളുകൾ തന്നെ നടത്തിയപ്പോൾ അർജന്റീനയ്ക്ക് മാത്രമാണ് അദ്ദേഹം കാർഡ് വീശിയത്. ഏകദേശം 5ഓളം കാർഡുകൾ അർജന്റീനയ്ക്കെതിരെ വീശിയെന്നുമാണ് അർജന്റീനയിൽ നിന്നുള്ളവർ പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു മത്സരം വീണ്ടും നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. അർജന്റീനയ്ക്കെതിരെയുള്ള റഫറിയുടെ തീരുമാനങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ ഞങ്ങളുടെ അടുത്തുണ്ടെന്നാണ് പെറ്റീഷൻ കൈകാര്യം ചെയ്യുന്നവർ പറയുന്നത്. ഏതായാലും ഒരു വൻ പെറ്റീഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100,000-ഓളം പേർ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് യാതൊരു വിധത്തിലും എഫക്റ്റ് ചെയ്യില്ലെന്നും ഇത് വെറുമൊരു നാടകമാണ് അവർ നടത്തുന്നതെന്നുമാണ് മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.